കനലിലൊക്കെ ചാടി ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല ആ സമയത്ത്. ഒരു കാഴ്ചയാണ് കാണുന്നത്. നമസ്കാരം, എല്ലാവർക്കും ജിത്തൂസ് ജാനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? നമ്മള് ചള്ളുവോട് എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നെ നമ്മുടെ ചീരാൽ വയനാട്ടില് കുട്ടികളെ കുളിപ്പിക്കുന്ന ഒരു ക്ഷേത്രാചാരം നമ്മൾ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ആ ദേവി അന്ന് വൈകുന്നേരം ഉത്സവം കഴിഞ്ഞതിന് ശേഷം ആ ദേവി ഇവിടെ കുറച്ച് ഈ ബട്ടക്കുറുമർ എന്ന് പറയുന്ന ആളുകളുണ്ട്, അതായത് ഊരാളിമാര്. അവരുടെ കൂടെ ഇവരുടെ കാവിലേക്ക്, ഇവരുടെ ദൈവപുരയിലേക്ക് വരികയാണ്. ആര്യവല്ലി എന്നാണ് ഇത് ഇവരുടെ ഈ സങ്കല്പത്തിലെ പേര്. ആര്യവല്ലി ഇവരുടെ കൂടെ വരികയാണ്. അപ്പൊ അവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിക്കുന്നതും ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുന്നതും ഒരു ദിവസമാണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമ്മളതൊക്കെ ഇതിന്റെ മുന്നിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്കാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഈ ഊരാളിമാരുടെ കുടിയിലെത്തിയിരിക്കുകയാണ്, ഇവരുടെ ദൈവപുരയിൽ എത്തിയിരിക്കുകയാണ്. ഇവരിവിടെ ദൈവം കാണലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത്, ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുണ്ടോ, നമ്മൾ ആ ഊരാളിമാരുടെ കുടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇതുണ്ടോ, ഇവിടെ ദൈവപുരയുടെ മുൻപിലായിട്ട് അവർ ദൈവം കാണുന്ന അവരുടെ ട്രഡീഷണലായ ആചാരമാണ്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ആ ദൈവം കാണലിൽ പങ്കുചേരുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ട്രഡീഷണലായ വസ്ത്രധാരണത്തോടു കൂടിയാണ് ഈ ഒരു ആചാരത്തിൽ പങ്കുചേരുന്നത്, അല്ലെങ്കിൽ ഈ ആഘോഷം ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. ഇതുണ്ടോ, ഇതൊക്കെയാണ് വയനാടിന്റെ ട്രഡീഷണലായ പരമ്പരാഗതമായ ആചാരം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലെ വന്ന ആ ആര്യവല്ലി ഇവരുടെ ദൈവപുരയിലേക്ക് കയറിയും ആ ദൈവത്തെ ഇവര് വിളിച്ചുണർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിലൊരു കോമരല്ല, ഇതിലുള്ള എല്ലാവരും ഈ ഒരു പിന്നെ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കോമരാണല്ലോ ഇതിന് സാധാരണ ഉണ്ടാവുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും ഇതിന് കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് ആ ദൈവം ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ചിലവർക്ക് ആ ദൈവത്തിന്റെ വെളിപാടുണ്ടാവുകയാണ്. അപ്പൊ ദൈവം ശരീരത്തിൽ കയറുകയാണ് എന്നുള്ള സങ്കല്പങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. എത്ര പറഞ്ഞാലും നമ്മൾക്ക് അതിന്റെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവരുടെ ട്രഡീഷണലായ കുറെ ആചാരങ്ങളും അല്ലെങ്കിൽ രീതികളും സംസാരങ്ങളും ഒക്കെയാണ്. നമുക്ക് ചിലതൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ എന്റെ ഒരു കൊച്ചറിവ് വെച്ചിട്ട് ഞാനിവിടെ ചോദിച്ച് മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളാണിത്. അതുകൊണ്ടോ കുട്ടികളെ ആണെങ്കിലും ഇവിടുന്ന് പുണ്യാഹം തളിക്കുമ്പോൾ അവരുടെ ഒരു പ്രത്യേക രീതിയിൽ, പുണ്യാഹം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ അവര് പിന്നെ ക്ലിയർ ആക്കി എടുത്തിട്ടുള്ള വെള്ളങ്ങള്, അരികള്, ഇതൊക്കെ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. ദൈവം അരുളപ്പാട് നടത്തുന്നതാണ്, കൽപ്പനകൾ കൊടുക്കുന്നതാണ്. ഇവിടുത്തെ ദോഷങ്ങളും അല്ലെങ്കിൽ ഇവർ വരാനുള്ള കാര്യങ്ങളിലേക്ക് കുറിച്ച് ഇവർ പറയുന്ന ഒരു ചടങ്ങാണിത്. കൽപ്പനയാണ് കൊടുക്കുന്നത്. ഇവരുടെ ഭാഷയിൽ തന്നെ ഇവർക്ക് കൽപ്പന കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ അരിയാണ് അവര് പ്രസാദമായിട്ട് കൊടുക്കുന്നത്, ഈ ആര്യവല്ലിയുടെ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് ദൈവപുരം. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പൊ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ദൈവം കണ്ടുവരുന്നവരെ അവര് കുളിപ്പിക്കുന്നുണ്ട്, അതായത് ജലസ്നാനം ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നല്ല രസകരമായ ഒരു ട്രഡീഷണലായ ആചാരമാണ് ബട്ടക്കുറുമരുടെ ഒരു ആചാരം എന്ന് പറയുന്നത്. ആ ശരീരത്തേക്ക് ദൈവം കയറിയതെന്നുള്ളതാണ് ഇവര് വിശ്വസിക്കുന്നത്, ഇവര് പറയുന്നത്. അങ്ങനെ ദൈവം കയറിയ ആളെ എടുത്ത് ദൈവപുരയിലേക്ക് കൊണ്ടുപോവാണ്. ഇതുണ്ടോ, കനലിൽ കടന്ന് ചാടുന്ന ഒരു കാഴ്ചയാണ് ഇത്. ദൈവം കയറിയിട്ട് കനലിലേക്ക് പോകുന്നുണ്ടോ, കനലിലൊക്കെ ചാടി ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല ആ സമയത്ത്. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് കാണുന്നത്. യോധ സിനിമയൊക്കെ അല്ലേ നേപ്പാളിൽ നടക്കുന്ന ഒരു ഗോത്രാചാരത്തെ കുറിച്ച് നമ്മൾ ആ സിനിമയിൽ കാണിക്കണ്ടല്ലോ, അതേപോലത്തെ ചില ആചാരങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊന്നും വയനാട്ടിലേക്ക് എപ്പോ വന്നാലും കാണാൻ കഴിയില്ല. ഇതിനൊക്കെ ഓരോ സമയങ്ങൾക്ക്. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ ഗോത്രത്തിൽ വന്ന് ഇവരോട് അനുവാദം ചോദിച്ച് ഇതൊക്കെ വേണം നമുക്ക് ഇത് ചെയ്യാൻ. കുറെ ചടങ്ങുകളുണ്ട്. ഇത് ഷൂട്ട് ചെയ്യാൻ പെട്ടെന്നൊന്നും നടക്കുന്നല്ല. ഇവരുമായിട്ട് നല്ല ബന്ധങ്ങളും കണക്ഷനും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് കുറച്ച് ചടങ്ങിൽ ഇവരുടെ പങ്കുചേർന്ന് ആ ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിന്നാൽ മാത്രമാണ് ഇവർ ഇതൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു അനുമതി തരുവുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഇവരുടെ ആചാരങ്ങൾ പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടും ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ, ഇവരുടെ വിശ്വാസത്തിൽ നമ്മളും പങ്കുചേരുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളെ ഇറക്കി വിളിക്കാറുണ്ട്. ഇവര് ഇതേപോലെ ഷൂട്ട് ചെയ്യാനുള്ള അനുമതി തരാറുണ്ട് എന്നുള്ളതാണ്. ദൈവപുരയുടെ മുൻപിൽ നിന്ന് തന്നെയാണ് ഇവരെ കുളിപ്പിക്കുന്നത്. കുളിച്ചുകൊണ്ട് പിന്നെ ഇവർ നൃത്ത ചൂടുകൾ വെക്കുകയാണ്. അങ്ങനെയാണ് ആ ആര്യവല്ലിയുടെ ഒരു ചൈതന്യം ശരീരത്തേക്ക് കയറുന്നത്.
ദൈവം കാണാനൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരുടെ ട്രഡീഷണൽ ആയ കുറച്ച് പിന്നെ വട്ടക്കളി, അതുപോലെ അവരുടെ വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ള കുറച്ച് കലാപരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ആചാരങ്ങളും പിന്നെ അനുഷ്ഠാനങ്ങളൊക്കെയാണ് ജിത്തൂസ് ജേർണി എന്ന ചാനലിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, നിങ്ങളൊന്ന് കയറി നോക്കുക, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ് ചെയ്യാനും മറക്കരുത് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.